ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിക്ക് വേണ്ടി ഗോകുലിനോട് സംസാരിക്കുവാനായി ആരതി വർമ്മ എത്തുന്നു. ആരതിയുടെ വാക്കുകൾ കേൾക്കാനോ അതിനെ അനുകൂലിക്കാനോ തയ്യാറാകാതെ സച്ചിയോട് തൻ്റെ ഒരു ശത്രു എന്ന രീതിയിൽ സച്ചിയോടുള്ള തൻ്റെ സമീപനം ആ രീതിയിലാണ് എന്നുള്ള കാര്യം ആരതിയോട് വെളിപ്പെടുത്തി അയാൾക്ക് എന്തോ മാനസിക രോഗമാണെന്നും എത്രയും വേഗം അയാളെ ഏതെങ്കിലും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ട്രീറ്റ്മെന്റ് തുടങ്ങണമെന്നും പറഞ്ഞ് ആരതിയുടെ അടുത്ത് നിന്ന് ഗോകുൽ ആരതിയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ പോകുന്നു. അപ്പോഴാണ് തൻ്റെ വീട്ടുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞതുകൊണ്ടും തൻ്റെ പ്രിയപ്പെട്ട മകളായ ഇന്ദുട്ടിയെക്കുറിച്ചുള്ള വിവരം ഗൗരിമോളുടെ നാവിൽ നിന്ന് കേട്ടറിഞ്ഞതിനാൽ അവരെ കാണണമെന്നുള്ള മോഹം അർച്ചനയുടെ മനസ്സിൽ ഉദിച്ചതുകൊണ്ട് അർച്ചന ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും നേരെ വൃന്ദാവനത്തിന്റെ വീടിന്റെ മുന്നിലേക്ക് എത്തുന്നു. ഗേറ്റിന് മുന്നിൽ നിന്ന് അകത്ത് ആരൊക്കെയാണുള്ളതെന്ന് അവിടെ നിന്ന് പതിയെ എത്തി നോക്കുമ്പോൾ അവിടെ ആരോടോ സംസാരിച്ചു നിൽക്കുന്ന കമലമ്മയെ കാണുകയും അതിനുശേഷം അവിടേക്ക് ഒരു ഓട്ടോ വരുന്നത് കണ്ട് വേഗം ഗേറ്റിനടുത്ത് നിന്ന് മാറി നിൽക്കുന്ന അർച്ചന അവിടേക്ക് വന്നിറങ്ങിയ സച്ചിയെയും കൂടെ നിന്ന് സംസാരിക്കുന്ന ആതിരയെയും കാണുന്നു. വേദനയോടെ വിഷമത്തോടെ വീട്ടിലേക്ക് നടന്നു വരുന്ന സച്ചിയുടെ മുഖം കണ്ട് താൻ മൂലം ഇതുപോലെ വേദനിക്കുന്ന സച്ചിയേട്ടന്റെ ഈ സങ്കടങ്ങൾ തനിക്ക് ഇല്ലാതാക്കാനും സച്ചിയുടെ അരികിലേക്ക് ഓടിച്ചെല്ലാനും കഴിയാത്തതിന്റെ നിരാശയിൽ മനസ്സിലടക്കി പിടിച്ച വേദനകളും സങ്കടങ്ങളുമായി തൻ്റെ കുടുംബത്തോടുള്ള അതിയായ സ്നേഹവും ശശിയേട്ടനോടുള്ള അമിതമായ സ്നേഹവും വിശ്വാസവും ഒക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേഗം തന്നെ അവന്തികയുടെ കാര്യത്തിൽ താൻ ഒരു തീരുമാനമുണ്ടാക്കുവാനും അതിനുശേഷം എൻ്റെ ശശിയേട്ടനെയും എൻ്റെ കുടുംബത്തിൻ്റെയും അരികിലേക്ക് എൻ്റെ കുഞ്ഞുമായി ഞാൻ ഓടിയെത്തുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് കണ്ണുനീര് തുടച്ച് അർച്ചന മടങ്ങുന്നു.